വെട്രിവേൽ മുരുകനുക്ക് ഹരഹരോ ഹര. ഇന്ന് ശനിയാഴ്ച ഭഗവാനെ രാവിലെ ദീപാരാധനയെല്ലാം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം, മുരുകഭഗവാന്റെ വെയിൽ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇന്ന് ഭഗവാൻ മെസ്സേജ് എന്താണ് തരുന്നതെന്ന് നോക്കാം. ബാലമുരുകനാ വന്നിരിക്കുന്നത്. சோர்வடைந்து விடாதே, நீ எதிர்பார்க்காத நேரத்தில் பல ஆச்சரியங்களை உன் அப்பன் நான் നടത്തി കാട്ടുവേൻ. നീ വിഷമിച്ചിരിക്കരുത്, ഒരിക്കലും നീ ഡൗണായിരിക്കരുത്. നീ വിചാരിക്കാത്ത നേരത്തിലായിരിക്കും ഞാൻ പല അത്ഭുതങ്ങളും നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ നിൻ്റെ അച്ഛൻ, അതായത് നമുക്ക് മുരുകഭഗവാൻ അച്ഛനാണ്, മകനാണ്, സഹോദരനാണ്, ഒരു സുഹൃത്താണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ സങ്കല്പിക്കാം. ഏത് ഭാവത്തിലാണോ നമ്മൾ ഭഗവാനെ സങ്കല്പിക്കുന്നത് അതേ ഭാവത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾ ഒരിക്കലും ഡൗണായിരിക്കേണ്ട. എന്ത് പ്രതിസന്ധി വന്നാലും അതും ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമയോടെ ഇരിക്കുക. ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല, ഉറപ്പാണ്. നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാനെ മുറുകെ പിടിക്കുക. ഭഗവാന്റെ വേലിനെ മുറുകെ പിടിച്ചോളൂ. ഭഗവാനെ, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, നീയാണ് എൻ്റെ എല്ലാം, എൻ്റെ ജീവിതം നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു. നല്ല വഴി കാട്ടണേ, നല്ല ബുദ്ധി തരണേ, എനിക്ക് ക്ഷമ തരണേ. എല്ലാത്തിലും ക്ഷമയോടുകൂടി ഇരിക്കുക. ആ സമയം വരുമ്പോൾ നമ്മുടെ കർമ്മം നമ്മൾ അനുഭവിച്ച് തീർക്കണം. ജീവിതമായാൽ സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കർമ്മം നമ്മൾ ചിലപ്പോൾ 10 മാസം അനുഭവിക്കേണ്ട കർമ്മം മുരുകഭഗവാനെ ആശ്രയിക്കുമ്പോൾ നമുക്കതൊരു 5 മാസം കൊണ്ട് ഭഗവാൻ തീർത്തു തരും. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഭഗവാൻ എല്ലാം കൂടെ നിന്ന് നടത്തിത്തരും. നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. ദൃഢവിശ്വാസം, അതാണ് ഏതൊരു ഭക്തിയിലും വേണ്ടത്, ദൃഢവിശ്വാസം. ഭഗവാൻ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തിത്തരും. വെട്രിവേൽ മുരുകനുക്ക് ഹരഹരോ ഹര.